കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആന ഇടഞ്ഞുണ്ടായ അപകടത്തിൽ പോലീസ് കേസെടുത്തു. അസ്വാഭാവിക മരണത്തിലാണ് കേസെടുത്തത്. ലിനറ്റ് വർഗീസ്. ലിനറ്റ്, നേരത്തെ തന്നെ നാട്ടാന പരിപാലന ചട്ടത്തിന്റെ ലംഘനം നടന്നിട്ടുണ്ട് എന്ന് മന്ത്രിയടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ സംഭവത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ്? വിവരങ്ങൾ. സേതുലക്ഷ്മി, കൊയിലാണ്ടി പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഭാരതീയ ന്യായ സംഹിതയുടെ 194 വകുപ്പ് പ്രകാരം അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. അപകടത്തിൽ 3 പേർ മരിക്കുകയും അതോടൊപ്പം 31ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവമാണ്. ഏറെ ചർച്ചകളും അതോടൊപ്പം പ്രതികരണങ്ങളും ഒക്കെ ഈ സംഭവവുമായി ബന്ധിച്ച് ഒരുപാട് ഭാഗത്തു നിന്ന് വന്നിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ കൊയിലാണ്ടി പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് സ്റ്റേഷൻ ഓഫീസർ ശ്രീജ ചന്ദ്രശേഖർ അറിയിച്ചു. അതോടൊപ്പം തന്നെ ഈ അപകടം ഉണ്ടായിരിക്കുന്ന ക്ഷേത്രത്തിൽ റൂറൽ എസ് പിയും അതോടൊപ്പം ഡിവൈഎസ്പിയും ഒക്കെ തന്നെ ഇന്ന് സന്ദർശിച്ചിരുന്നു. കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് അറിയുന്നത്. അതോടൊപ്പം അതേസമയം തന്നെ ഈ ഒരു ഭാഗത്തു നിന്ന് ക്ഷേത്രത്തിന്റെ അധികൃതർക്ക് വീഴ്ച ഉണ്ട് എന്ന് വനംവകുപ്പിന് ADMന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ സ്വമേധയാ ഇടപെടണമെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും ഗുരുവായൂരപ്പൻ ദേവസ്വം ബോർഡും വനംവകുപ്പിനോടും വിശദീകരണം ഒക്കെ തന്നെ തേടിയ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഇതിൽ കേസെടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് തന്നെയാണ് കൊയിലാണ്ടി പോലീസ് അറിയിച്ചിരിക്കുന്നത്. സേതുലക്ഷ്മി. ശരി, ലിനറ്റ്.